ഞാൻ എൻ്റെ മോൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ്റെ സ്കൂൾ ബാഗിൻ്റെ വെയിറ്റ് ഏകദേശം 4.5 മുതൽ 5 കിലോ വരെയാണ്. ഇതെടുത്തിട്ട് 3ാം നിലയിലോട്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ്, ഇത് എടുത്തുകൊണ്ട് ഓടുകയാണ്. ഇത്രയും വെയിറ്റ് കൊണ്ട് കുട്ടികൾ ഈ സ്റ്റെപ്പ് കയറാൻ നേരത്ത് അതവരുടെ ഷോൾഡേഴ്സിനെയാണോ അല്ലെങ്കിൽ ഇവിടെയാണോ ബാധിക്കുക? അപ്പോൾ അത് വളരെ പെർട്ടിനൻ്റ് ആയിട്ടൊരു പ്രോബ്ലമാണിപ്പോൾ. കാരണം ഈ ബുക്സിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ എന്തായാലും സബ്ജക്ട്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്. പക്ഷെ അത് ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു കറക്റ്റ് ഒരു ഗൈഡൻസും ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ മക്കളും ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞു, അപ്പോൾ കൊണ്ടുപോകുമ്പോൾ പറയുമ്പോൾ കുറയ്ക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ ഏതാ ചോദിക്കുക എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് എല്ലാ ബുക്കും കൊണ്ടുപോകണം, ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യണം. അതിന് ഇന്ന കാര്യങ്ങളെ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഐഡിയൽ വെയിറ്റ് ഓഫ് എ സ്കൂൾ ബാഗ് 10% ഓഫ് ദ ബോഡി വെയിറ്റാണ്. ശരി. ഇപ്പോൾ 4ാം ക്ലാസ്സുകാരന് 20 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 2 കിലോയെ പാടുള്ളൂ. അപ്പോൾ അത് പാടാം. അതിൽ നിന്ന് മേലോട്ട് കയറുമ്പോൾ അത് സ്ട്രെസ് ചെയ്യുക ബാക്കിനെ. അപ്പോൾ ഒരു 30 കിലോ ഉണ്ടെന്ന് വെച്ചോ നമുക്ക്, അപ്പോൾ 3-4 കിലോയിൽ കൂടുതൽ വെയിറ്റ് പാടില്ല. അപ്പോൾ ഒരു 4-5 അല്ലെങ്കിൽ 8 ബുക്ക് വരെ പറ്റുമായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, 15 ബുക്കും കൊണ്ടാണ് പലപ്പോഴും പോകുന്നത്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 2, നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഹൗ ഇറ്റ് ഈസ് ക്യാരീഡ്. അപ്പോൾ ബോഡിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ സ്ട്രെസ് ചെയ്താലേ മസിൽസ് വലുതാവുള്ളൂ. പക്ഷേ മസിൽസിൻ്റെ കണ്ടിന്യൂസ് സ്ട്രെസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇംബാലൻസ്ഡ് ആയിട്ട് വെയിറ്റ് വരുമ്പോൾ, അപ്പോൾ ഒരു വശത്ത് മാത്രം ഇട്ടിട്ട് പോകുമ്പോൾ, പിള്ളേരിലാണ് ഈ വളർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വശത്തേക്ക് മാത്രം സ്ട്രെസ്സ് വരുമ്പോൾ നട്ടിൽ വളയാം. ഇപ്പോൾ സ്കോളിയോസിസ്, നട്ടിലിൻ്റെ വളവുകൾ, കഴുത്തിൻ്റെ സൈഡിലേക്കുള്ള വളവുകൾ, ഇതെല്ലാം ഒരു വശത്തേക്ക് മാത്രം ചെയ്താൽ ഉണ്ടാവാം. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. 2 സൈഡിലും സ്ട്രാപ്സ് ഇട്ടിട്ടേ ബാക്ക് ഇടാൻ പാടുള്ളൂ കണ്ടിന്യൂസ്ലി നിൽക്കുമ്പോൾ. പിന്നെ ഈ ബോഡി ഓവർ ലോഡ് കൊടുക്കാണ്ടിരിക്കാൻ ട്രൈ ചെയ്യാം. പിന്നെ മിനിമം ടൈമിൽ അത് ഇടേണ്ട ആവശ്യമുള്ളൂ. സ്കൂളിൽ വെച്ച് ഉപയോഗിച്ചോട്ടെ, പക്ഷേ ബാക്കിയുള്ള സമയത്ത്, പറ്റുന്ന സമയത്ത് പേരൻസിനെ ഹെൽപ്പ് ചെയ്യാം. തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ലോവർ പ്രൈമറിയിലൊക്കെ ദർ ഷുഡ് ബി സം മോർ കെയർ ആൻഡ് ഗൈഡൻസ് ആൻഡ് ഹെൽപ്പ്.